ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മാറ്റി പുതിയത് വെക്കേണ്ടി വരുമ്പോഴോ ബിംബം, പീഠം മുതലായവ വൃത്തിയാക്കി വരുമ്പോഴോ ആണ് നവീകരണ കലശം എന്ന ചടങ്ങ് നടത്തുന്നത്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണിത്. 11ാം ദിനം കലശാഭിഷേകത്തോടെ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യുന്നു. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. പാരാതി പഞ്ചമനുഭിഃ പരിഗീയമാനം മാനൈരഗമ്യമനിശം ജഗദേകമൂലം സച്ചിത് സമസ്തഗമനശ്വരമച്യുതം തത്തേജഃ പരം ഭജത സാന്ദ്രസുധാംബുരാശിം സാന്ദ്രസുധാംബുരാശിം. അഞ്ചു വിളക്കുകളുടെ നാടെന്നാണ് ചങ്ങനാശ്ശേരി അറിയപ്പെടുന്നത്. 980 ആണ്ടിൽ വേലുത്തമ്പി ദളവ സ്ഥാപിച്ച 5 വിളക്കുകളാണ് ചങ്ങനാശ്ശേരിക്ക് ഈ പെരുമ സമ്മാനിച്ചത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക ഇടങ്ങളിലൊന്നായ ചങ്ങനാശ്ശേരി ചന്ത ദളവ സ്ഥാപിച്ച ഈ വിളക്കിനോട് ചേർന്ന് തന്നെ ഒരു കാലത്തെ ജലഗതാഗതങ്ങളുടെ രാജകീയ സ്മൃതികളിൽ ഉറങ്ങി ബോട്ടുജെട്ടിയും കാണാം. ഇന്നും ആലപ്പുഴയിലേക്കുള്ള ജലഗതാഗതങ്ങളിൽ ഈ ബോട്ടുജെട്ടി സജീവമാണ്. വേലിയേറ്റങ്ങളുടെയും വേലിയിറക്കങ്ങളുടെയും ജലതരംഗ താളങ്ങളിൽ എവിടുന്നോ യാത്ര ചെയ്തു വന്ന പായൽക്കൂട്ടങ്ങളാണ് കടവ് നിറയെ. ഈ ഋതുവിന്റെ സ്നേഹസ്പർശത്താൽ അവ നോക്കത്താ ദൂരത്തോളം പൂത്തുലഞ്ഞു കിടക്കുന്നു. ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയായി നിലകൊള്ളുന്ന സന്താനഗോപാലം ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തിരുവിതാംകൂർ രാജകുടുംബവുമായും ചങ്ങനാശ്ശേരിയുടെ പൂർവ്വചരിത്രവുമായും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നുള്ളവർ ഏറ്റെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയെന്നും ചരിത്രം വ്യക്തമാക്കുന്നു. പുഴവാത് ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഓരോ അമ്മമാരും യശോദമാരാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ണിക്കണ്ണന്മാരാകുന്നു. ദ്വാപരത്തിൽ അമ്പാടിയിലെ ഓരോ പരമാണുവും ഭഗവാന്റെ പാദസ്പർശത്താലും കൃഷ്ണമുരളികയുടെ നാദത്തിൽ അലിഞ്ഞും ആനന്ദത്തിൽ ആറാടിയതുപോലെ തന്നെ ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും അപാരമായ ശാന്തിയിലേക്ക് നയിക്കുന്ന പുണ്യദർശനം തന്നെയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ സന്താനഗോപാലമൂർത്തി ക്ഷേത്ര ദർശനം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് സന്താന സൗഭാഗ്യം തന്നെയാണ്. സന്താന സൗഭാഗ്യം തേടി ഭഗവാന് മുന്നിൽ പ്രാർത്ഥനകൾ നടത്തുവാനെത്തുന്ന ദമ്പതിമാർക്ക് ഈ ക്ഷേത്രം കാരുണ്യത്തിന്റെ യമുനാതീരം തന്നെയാണ്. ഭഗവാന്റെ കാരുണ്യത്താൽ ജന്മം കിട്ടുന്ന കുഞ്ഞുങ്ങളുമായി അച്ഛനമ്മമാർ ഭഗവാന് മുന്നിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാനെത്തുന്ന കാഴ്ച അത്രമേൽ അനുഗ്രഹീതമാകുന്നതും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടു തന്നെ. ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള യാത്ര ഒടുവിൽ ഒരു ഒത്തുചേരൽ പോലെ അത്രയ്ക്കും ആത്മീയമായ ഗൃഹാതുരതയുമായാണ് ഓരോ ദമ്പതിമാരും സന്താനഗോപാല വ്രതാനുഷ്ഠാനത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുമായി ഈ തിരുസന്നിധിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രാന്തരീക്ഷത്തിലെത്തുമ്പോൾ ഓരോ അമ്മമാരും യശോദമാരാകുന്നതും കുഞ്ഞുങ്ങൾ കണ്ണനെ പോലെ ചിരിക്കുന്നതും.
അപ്പോഴും ഒരു കുട്ടിക്കണ്ണനെ സ്വപ്നം കണ്ട് വ്രതം നോറ്റ് ഭഗവാന് മുന്നിൽ തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ദമ്പതിമാരെയും നമുക്ക് ക്ഷേത്രാന്തരീക്ഷത്തിൽ കാണാം. 5 പ്രാണങ്ങളാലാപനം അഞ്ചിന്ദ്രിയങ്ങൾ എൻ സ്വരസാധകം 5 പ്രാണങ്ങളാലാപനം ആനന്ദം ആ ജന്മ കൃഷ്ണാർച്ചനം എന്നിലുണരുന്ന ഷട്കാല ഹൃസ്പന്ദനം. പുഴവാത് വൈകുണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ ലളിതവും മനോഹരവുമായ രൂപകൽപ്പന ആരെയും ആകർഷിക്കുന്നത് തന്നെയാണ്. ക്ഷേത്രം ഭഗവാന്റെ ശരീരം തന്നെയാണെന്ന വിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ഓരോ കാഴ്ചകളും ശാന്തസുന്ദരമായ ആത്മനിർവൃത്തി തന്നെയാണ് നൽകുന്നത്. നാമക്രിയ ദിനരാത്ര നടനത്തിൽ രവിചന്ദ്രിക ഉലകാകെ നവരാഗ മധുമാലിക സംഗീതമോ വേണുഗോപൻ ആദിസംഗീത. അതുകൊണ്ട് തന്നെയാണ് ഇരു കൈകളിലും കുഞ്ഞുങ്ങളുമായിരിക്കുന്ന ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്ന് പറയുന്നത്. ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസവും വ്രതാനുഷ്ഠാനങ്ങളുമൊക്കെ നിരന്തരമായി പിന്തുടരുന്ന എല്ലാ ദമ്പതിമാർക്കും സന്താന സൗഭാഗ്യമുണ്ടാകുന്നു എന്നതാണ് ഇവിടത്തെ ഏറ്റവും വലിയ വിശ്വാസവും. ഉലകാകെ നവരാഗ മധുമാലിക സംഗീതമോ വേണുഗോപൻ ആദിസംഗീത സ്വര പത്മനാഭൻ. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഓരോ പ്രദക്ഷിണങ്ങളും ഏതോ നിത്യമായ ശാന്തിയിലേക്ക് തന്നെ നമ്മളെ നയിക്കുന്നു. ഇവിടെ വരുന്ന ഓരോ ദമ്പതിമാരുടെയും ഹൃദയം ഒരു വൈകുണ്ഠ ദർശനം പോലെ തന്നെ പവിത്രമാകുന്നു. ചുണ്ടുകളിൽ വിഷ്ണു മന്ത്രങ്ങൾ ഉരുവിടുന്നതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ നീല സരസ്സുകളിൽ അവർ ഒരു ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ച് ഭഗവാനിലൂടെ തന്നെ സ്വപ്നം കണ്ട് ഭഗവാനിലൂടെ തന്നെ ജീവിച്ച് ഭഗവാനിലൂടെ തന്നെ പ്രാർത്ഥിച്ച് സാഫല്യം നേടുന്നു. ഇവിടെ ഭഗവാന്റെ കൃപയാൽ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഭക്തജനങ്ങൾ ഭഗവാന് മുന്നിൽ തന്നെ സമർപ്പിക്കുന്നു. ഓരോ കുഞ്ഞിക്കാലുകളും ആദ്യമായി പിച്ചവയ്ക്കുന്നത് ഈ മണ്ണിൽ തന്നെ. ഓരോ കുഞ്ഞു കൈകളും ആദ്യമായി കൈകൂപ്പുന്നതും ഈ തിരുസന്നിധിയിൽ തന്നെ. തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന സർവ്വ പ്രാർത്ഥനകളും ഭഗവാനോട് മാത്രം തന്നെയാണ്. ഓരോ കുഞ്ഞുങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ ഭഗവത് ചൈതന്യം തന്നെയാണല്ലോ. ഇവിടെ എത്തുന്ന ഓരോ കുഞ്ഞും ഭഗവാന്റെ മുരളീരവത്തിൻ്റെ ആനന്ദധാരയെ തിരിച്ചറിഞ്ഞ് അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തുമ്പോൾ, കുഞ്ഞിക്കൈകൾ ചലിപ്പിക്കുമ്പോൾ, അമ്പാടിയിലെന്ന പോലെ ഇവിടുത്തെ സർവ്വചരാചരങ്ങളിലും കണ്ണൻ നിറയുകയായി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ വരവേൽക്കാനായി ഈ നാടും നാട്ടുകാരുമൊക്കെ ഒരേ മനസ്സോടെ കാത്തിരിക്കുകയാണ്. ഏതോ ജന്മജന്മാന്തര പുണ്യം പോലെ ഭഗവത് ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം. വെയിലിന് മഞ്ഞ നിറമാർന്നപ്പോൾ പ്രദക്ഷിണ വഴികളിലേക്ക് വിഷ്ണു മന്ത്രങ്ങൾ നിറഞ്ഞുകൊണ്ടിരുന്നു. ഏതോ ജന്മജന്മാന്തര പുണ്യം പോലെ ഭഗവത് ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന
കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം. പാരാതി പഞ്ചമനുഭിഃ പരിഗീയമാനം മാനൈരഗമ്യമനിശം ജഗദേകമൂലം സച്ചിത് സമസ്തഗമനശ്വരമച്യുതം തത്തേജഃ പരം ഭജത സാന്ദ്രസുധാംബുരാശിം സാന്ദ്രസുധാംബുരാശിം. ശ്യാമസന്ധ്യയാണിനി. കണ്ണൻ്റെ നീലിമയാർന്ന പ്രകൃതിയിലേക്ക് ശാന്തിയുടെ പ്രകാശനാളങ്ങൾ തെളിഞ്ഞു തുടങ്ങി. ഓരോ നാളങ്ങളും തെളിയുന്നത് മനസ്സിൻ്റെ അന്ധകാരങ്ങളിലേക്ക് തന്നെയാണ്. ഈ ഭഗവത് പ്രകാശം തന്നെയാണ് ആത്മാവിലേക്കുള്ള പ്രകാശ വഴികളാകുന്നതും. ഇന്ദ്രിയങ്ങളെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ആത്മബോധങ്ങളിൽ ഭഗവത് പ്രാർത്ഥനകൾ നിറച്ച് കർമ്മവീഥികളെ ശുദ്ധവും നിത്യവും സത്യവുമാക്കുകയെന്നത് തന്നെയാണ് ഓരോ ഭക്തനും ചെയ്യേണ്ടത്.